ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റിവിഷൻ ക്ലാസ്സസ്. ഫോക്കസ് ഏരിയയിലെ ലെസൺസ് നമുക്ക് ആദ്യം റിവിഷൻ നടത്താം. ഫോക്കസ് ഏരിയയിൽ ഇപ്രാവശ്യം 2 പോയമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഇഫ് ആൻഡ് ഡസ് ദ ലെവലർ. ഫോക്കസ് ഏരിയ ലെസൺസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഈ 2 പോയം, ഇഫ് ആൻഡ് ഡസ് ദ ലെവലർ, ഇത് രണ്ടും നല്ലവണ്ണം പഠിക്കുക. In this video, I am going to give you a summary of the poem, simple question answers and previous public exam questions and answers. പോയം ബേസ് ചെയ്ത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോം. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. +1 ഇംഗ്ലീഷ് എക്സാമിന് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അൺനോൺ പോയമാണ് സാധാരണ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിനുള്ള ഹിൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ്. പോയം ബേസ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 4 ലൈൻസ് തന്നതിന് ശേഷം അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പിന്നെ എലോബറേറ്റ് ദ ഐഡിയ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. So let's start the revision of the poem If by Rudyard Kipling. ഈ പോം ലൈൻ ബൈ ലൈൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ധാരാളം പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആദ്യത്തെ ലിങ്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ളതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ പോം നല്ലവണ്ണം പഠിച്ചെടുക്കുക. കാരണം ഈ പോയം നല്ലവണ്ണം അറിയാമെങ്കിൽ മാത്രമേ 4 ലൈൻസ് തന്നതിന് ശേഷം സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കൂ. ഈ വീഡിയോയിൽ ഈ പോയം ബേസ് ചെയ്ത് ചോദിക്കാവുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോയട്രിക് ഡിവൈസസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എലോബറേറ്റ് ദ ഐഡിയയും നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. 2 ലൈൻസ് തന്നതിന് ശേഷം എലോബറേറ്റ് ദ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്ന 2 ലൈൻസിൻ്റെയും ആശയം വിശദമാക്കുക എന്നാണ്. ഈ തന്നേക്കുന്ന ലൈൻസിൻ്റെ ആശയം എന്താണ്, അതാണ് എലോബറേറ്റ് ദ ഐഡിയ. ഓക്കെ, ഈ പോയം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോയിൽ എല്ലാ പോയറ്റിക് ഡിവൈസസും ഞാൻ വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫോർ, സിമിലി, സിംബൽസ് എല്ലാം, അനഫോറ. നിങ്ങളത് കണ്ടവർക്ക് മനസ്സിലാകും. അത് കണ്ടിട്ട് വേണം ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ. ദിസ് പോം ഇഫ് ഈസ് എ ഡൈഡാക്റ്റിക് പോം. ഡൈഡാക്റ്റിക് പോയം എന്ന് പറഞ്ഞാൽ എ പോയം ദാറ്റ് ടീച്ചസ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുന്ന പോയമിനെയാണ് നമ്മൾ ഡൈഡാക്റ്റിക് പോയം എന്ന് പറയുന്നത്. ഹിയർ ദ പോയറ്റ് ടീച്ചസ് ഹിസ് സൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. Here, the poet describes the qualities of a perfect man using conditions. That is, conditional clause. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ചില വ്യവസ്ഥകൾ പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ പാരൻസ് പറയില്ലേ, ഇപ്രാവശ്യം ഫുൾ A+ വാങ്ങുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ സാധനം വാങ്ങിത്തരാം. ദാറ്റ് ഈസ് കണ്ടീഷൻ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാം. ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയം റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രാമറാണ് ഇഫ് ക്ലോസ്, കണ്ടീഷണൽസ്. ഇഫ് ക്ലോസ് വളരെ ഈസിയായ ഗ്രാമറാണ്. 3 ടൈപ്പ് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽസ് ആണ് ഉള്ളത്. ഈ 3 ടൈപ്പ് മനസ്സിലാകുന്നതിന് വേണ്ടി 3 സെൻറ്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതിയാകും. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് ദ എക്സാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഞാനീ പറഞ്ഞ 3 സെൻറ്റൻസിലും എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഈ ഗ്രാമർ മനസ്സിലായെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ദാറ്റ് വിൽ മോട്ടിവേറ്റ് മീ ടു ഹെൽപ്പ് യു ഫോർ ദ എക്സാമിനേഷൻ. ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് പഠിച്ചതിന് ശേഷം എക്സാമിന് എങ്ങനെയാണ് ഈ കണ്ടീഷണൽ ക്ലോസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി 4 അതിലെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. ആക്ടിവിറ്റി 4ൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് അത് മനസ്സിലാക്കിയെടുക്കണം. ഇഫ് ക്ലോസ് റിലേറ്റ് ചെയ്ത പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസ് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ അത് സഹായിക്കും. പോം ബേസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് 8 മാർക്സിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. +1 എക്സാമിന് ഒരു അൺനോൺ പോയം തന്നതിന് ശേഷം അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. അൺനോൺ പോയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലില്ലാത്ത, നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത മറ്റൊരു പോയമായിരിക്കും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കുന്നത്. ബട്ട് അപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും മാർക്സ് കിട്ടാൻ വളരെ ഈസിയാണ്. എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതേണ്ടതെന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എന്തെഴുതാം, ബ്രീഫ് സമ്മറിയിൽ എന്താകാം, പോയറ്റിക് ഡിവൈസസ് എങ്ങനെ കണ്ടുപിടിക്കാം, കൺക്ലൂഷൻ ആ പാരഗ്രാഫിൽ എന്താണ് എഴുതേണ്ടത്, ഇതൊക്കെ വളരെ വിശദമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഒരുവിധം എഴുതുകയാണെങ്കിൽ 8 മാർക്സിന് 6 മാർക്സ് ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ നമുക്ക് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോയിൽ തന്നെ ഇഫ് എന്ന പോയമിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഞാൻ തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതേണ്ടത്, അതിനൊരു സാമ്പിളായിട്ടാണ് ഈ ആൻസർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയം നല്ലവണ്ണം വായിച്ച് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്കറിയില്ലാത്ത ഏത് പോയമിനെക്കുറിച്ച് അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറേ പോയിൻറ്റ്സ് മറ്റൊരു വീഡിയോ ആയി ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഏത് പോയമിനെക്കുറിച്ച് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചാലും എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സം പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസ്. ചില കുട്ടികളുടെ സംശയമാണ്, പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലെ ആ ആൻസേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ, അതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ ഇപ്രാവശ്യം വരുന്നത്? എന്നാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണ് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ലുക്ക് അറ്റ് ദ 10th question of March 2018. The passage given below is an extract from a motivational speech. Filling the blanks using appropriate forms of the words given in the brackets. Everybody is unique. If you dash confident enough to break the shackles of uncertainty, you will be successful. Don't brood over your past failures. If you dash in the past, you would learn lessons from it. If you dash in all your attempts very easily, you would have been satisfied with those successes and dash simply with those. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും എന്താണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? റീഡ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. The passage given below is an extract from a motivational speech. Filling the blanks using appropriate forms of the words given in the brackets. ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. ഇപ്പോൾ ഒരു ക്ലൂ കിട്ടിയില്ലേ? ബ്രാക്കറ്റിൽ തന്നേക്കുന്ന വേർഡ്സിൻ്റെ അപ്രോപ്രിയേറ്റ് ഫോംസ് ഉപയോഗിച്ച് ആ ബ്ലാങ്ക്സ് ഫില്ലപ്പ് ചെയ്യുക. ഈ സെൻറ്റൻസിൽ ഇടയ്ക്കിടയ്ക്ക് ഇഫ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഇഫ് ക്ലോസ് ഫില്ലപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. വളരെ ഈസിയായ ഗ്രാമറാണ് ഇഫ് ക്ലോസ്. ഞാൻ എപ്പോഴും ഇഫ് ക്ലോസ് ഓർമ്മിച്ചിരിക്കുന്നത് 3 സെൻറ്റൻസിലൂടെയാണ്. ആ 3 സെൻറ്റൻസും 3 ടൈപ്പാണ്. ഇഫ് ക്ലോസിലെ ഈ 3 ടൈപ്പ് സെൻറ്റൻസും നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഏതൊക്കെയാണ് 3 സെൻറ്റൻസ്? ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് ദ എക്സാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഈ സെൻറ്റൻസ് എങ്ങനെയൊക്കെയാണ് ഈ 3 സെൻറ്റൻസിലും മാറ്റങ്ങൾ വരുന്നതെന്ന് ആ ഇഫ് ക്ലോസിൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. നിങ്ങളത് കേട്ടു മനസ്സിലാക്കി ഇനി ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇഫ് ക്ലോസിനെ കുറിച്ച് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കണ്ടതിന് ശേഷം ഇതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഞാൻ ഈ റിവിഷൻ ക്ലാസ്സിൽ പറയുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓർഡറായി നൽകിയിരിക്കുന്നു. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഓരോന്നായി പഠിക്കുക. വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ട് പഠിക്കുക. Now look at the answer. Everybody is unique. If you dash confident enough to break the shackles of uncertainty, you will be successful.
ഇഫ് ചേർന്ന് വരുന്ന സെൻറ്റൻസ് ആണ് ഇഫ് ക്ലോസ്. അതിൻ്റെ കൂടെ വരുന്ന മറ്റേ സെൻറ്റൻസ് ആണ് മെയിൻ ക്ലോസ്. ഇതിലെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് അതിലെ വേർബാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇഫ് ചേർന്ന് വരുന്ന ആ സെൻറ്റൻസിലെ വേർബ് ഡാഷ് ആണ്. അതിൻ്റെ കൂടെ വരുന്ന മെയിൻ ക്ലോസിലെ വേർബ് വിൽ ബി സക്സസ്ഫുൾ. ഞാൻ ആ പറഞ്ഞ സെൻറ്റൻസ് ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിച്ച് നോക്കൂ. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. അവിടെ യു വിൽ പാസ് എന്ന് പറയുന്നത് ടൈപ്പ് 1 സെൻറ്റൻസ് ആണ്. വിൽ പാസ് വരുമ്പോൾ അവിടെ ഇഫിലെ വേർബ് പ്രസൻറ്റൻസ് ആണ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. അതുപോലെ ഇവിടെ മെയിൻ ക്ലോസിൽ വിൽ ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ടൈപ്പ് 1 സെൻറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ക്ലോസിലെ വേർബ് പ്രസൻറ്റൻസ് ആയിരിക്കും, സിമ്പിൾ പ്രസൻറ്റ്. ബ്രാക്കറ്റിൽ തന്നേക്കുന്ന വേർബ് ബി എന്നാണ്. അപ്പോൾ ബിയുടെ ഏത് ഫോമാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? ബി എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബീയിങ്, ബീൻ. ഇത്രയും വേർഡ്സിൻ്റെ ഒറ്റ രൂപമാണ് ബി, ബി ഇ. ഞാനീ പറഞ്ഞ വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡായിരിക്കും ഇവിടെ അപ്രോപ്രിയേറ്റ്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതിലേതായിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്? അതിലെ പ്രസൻറ്റ് ഫോമാണ്. ബിയുടെ പ്രസൻറ്റ് ഫോമാണ് ആം, ഈസ്, ആർ. വാസ്, വെയർ പാസ്റ്റ് ഫോം. ബീയിങ് കണ്ടിന്യൂസ് ഫോം. അത് നമ്മൾ പാസീവ് വോയിസിലാണ് സാധാരണ ബീയിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം, അതായത് V3 ഫോമാണ് ബീൻ. ആം, ഈസ്, ആർ, വാസ്, വെയർ ഇത്രയും വേർഡ്സിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് V3 ഫോമാണ് ബീൻ, BEN. ചില കുട്ടികൾ ചില വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ച സംശയമാണ് എന്താണ് ബീൻ. ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ. ആം, ഈസ്, ആർ, വാസ്, വെയർ ഇത്രയും വേർഡ്സിൻ്റെ V3 ഫോമാണ് ബീൻ. ഇനി ആൻസർ നോക്കൂ. ബിയുടെ പ്രസൻറ്റ് ഫോമാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ബിയുടെ പ്രസൻറ്റ് ഫോം ആം, ഈസ്, ആർ. സബ്ജക്റ്റ് അനുസരിച്ച് ഏതാണ് ഇവിടെ സ്യൂട്ടബിൾ? സബ്ജക്റ്റ് യു ആയതുകൊണ്ട് ആർ ആണ് ഇവിടെ കറക്റ്റ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ്. സബ്ജക്റ്റ് ഐ ആയിരുന്നെങ്കിൽ ആം വരുമായിരുന്നു, ഐ ആം. ഹി ആയിരുന്നെങ്കിൽ ഈസ്, ഹി ഈസ്, ഷീ ഈസ്, യു ആർ. ഓക്കെ. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ആൻസർ കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ അടുത്ത സെൻറ്റൻസിൻ്റെ ആൻസേഴ്സ് എഴുതാൻ ഈസി ആയിരിക്കും. റീഡ് ദ ക്വസ്റ്റ്യൻ. ഇഫ് യു ഡാഷ് ഇൻ ദ പാസ്റ്റ് യു വുഡ് ലേൺ ലെസൺസ്. ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ അല്ല, ഇഫ് എന്നാണ് കേട്ടോ. ഇവിടെ മെയിൻ ക്ലോസിലെ വേർബ് വുഡ് ലേൺ എന്നാണ്. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്ന് ആദ്യം ശ്രദ്ധിക്കണം. ടൈപ്പ് 1 ആണോ, 2 ആണോ, 3 ആണോ? വുഡ് ലേൺ വന്നതുകൊണ്ട് ഇത് ടൈപ്പ് 2 ആണ്. മെയിൻ ക്ലോസിലെ വേർബ് വുഡ് ലേൺ ആയതുകൊണ്ട് ഇഫ് ക്ലോസിലെ വേർബ് പാസ്റ്റ് ടെൻസ് എഴുതണം. ഇവിടെ വേർബ് ഫെയിലാണ്, അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫെയിൽഡ്. സോ ദ ആൻസർ ഈസ് ഫെയിൽഡ്. നെക്സ്റ്റ് സെൻറ്റൻസ്. ഇഫ് യു ഡാഷ് ഇൻ ഓൾ യുവർ അറ്റംപ്റ്റ്സ് വെരി ഈസിലി യു വുഡ് ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദോസ് സക്സസസ്. അവിടെ മെയിൻ ക്ലോസിലെ വേർബ് വുഡ് ഹാവ് ബീൻ, ദാറ്റ് ഈസ് ടൈപ്പ് 3. വുഡ് ഹാവ് ബീൻ വന്നതുകൊണ്ട് ഇഫ് ക്ലോസിലെ ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് ക്ലോസിലെ വേർബ് പാസ് ആണ്, അതിലെ പാസിൻ്റെ V3 പാസ്ഡ്, പാസ്, പാസ്ഡ്, പാസ്ഡ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഹാഡ് പ്ലസ് V3, ഹാഡ് പാസ്ഡ്. നെക്സ്റ്റ്. ആൻഡ് സാറ്റ് സിംപ്ലി വിത്ത് ദോസ്. ആ ലാസ്റ്റ് വേർഡ് സാറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 7 ഫ്രം 2017. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ബ്രിങ് ഔട്ട് ദ മെസ്സേജ് ഓഫ് ദ ലൈൻസ് ഫ്രം ദ പോം ഇഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, ട്വിസ്റ്റഡ് ബൈ knaves to make a trap for fools, or watch the things you gave your life to broken, and stoop and build them up with worn out tools. ഈ ക്വസ്റ്റ്യൻ ഈ പോയമിലെ ചില ലൈൻസ് തന്നതിന് ശേഷം ആ ലൈൻസിൻ്റെ മെസ്സേജ് എന്താണെന്നാണ്. ഇതേ സെയിം ക്വസ്റ്റ്യനാണ് എലോബറേറ്റ് ദ ഐഡിയ. എലോബറേറ്റ് ദ ഐഡിയ ഓഫ് ദീസ് ലൈൻസ്. ഈ തന്നേക്കുന്ന ലൈൻസിൻ്റെ ഐഡിയ അല്ലെങ്കിൽ മെസ്സേജ് എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള എളുപ്പവഴി ഈ പോയമിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പഠിച്ചു വയ്ക്കുക. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പഠിച്ചാൽ ഈ പോയമിൻ്റെ നോട്ട്സ് ആകും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ സാധിക്കും. അതുപോലെ എലോബറേറ്റ് ദ ഐഡിയ, പിന്നെ
ഈ പോയം ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓരോ പോയമിൻ്റെയും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് അതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലൈൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് എഴുതാൻ ചോദിച്ചാൽ ആ പോയം അനാലിസിസ്, പോയമിൻ്റെ സമ്മറിയും അതിലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ലുക്ക് അറ്റ് ദ ആൻസർ. ഇൻ ദ പോം ഇഫ് the poet Rudyard Kipling gives his son some conditions to become a perfect man. ഈ ആൻസറിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഈ ലൈൻസ് ഏത് പോയമിൽ നിന്നുള്ളതാണ്, ആരാണ് പോയറ്റ്, എന്താണ് തീം, അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. എലാബറേറ്റ് ദ ഐഡിയ എന്ന ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ ചെയ്ത് തുടങ്ങാം. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന് ആൻസർ എഴുതണം. ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി ആൻസർ നോക്കൂ. Sometimes his truth may be twisted by some dishonest men and he may be trapped. At that time, he should be ready to handle the situation. Nerves എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് മെൻ, സത്യസന്ധരല്ലാത്ത ആൾക്കാർ. ഈ പോം ഇഫ് ആ പോയറ്റ് തൻ്റെ മകന് ചില അഡ്വൈസ് കൊടുക്കുന്നതാണ്. പോയറ്റ് പറയുകയാണ്, ചിലപ്പോൾ ഡിസോണസ്റ്റായ ആൾക്കാർ നീ പറയുന്ന സത്യത്തെ ട്വിസ്റ്റ് ചെയ്ത് നിന്നെ ട്രാപ്പിലാക്കാം. എന്നാൽ ആ സമയത്തും ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നീ റെഡി ആയിരിക്കണം. ഈവൻ വെൻ ദ റിസൾട്ട്സ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ആർ ഡിസ്ട്രോയ്ഡ് ഹി ഷുഡ് ഗെറ്റ് റെഡി ടു ബിൽഡ് ദം ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് ദ ലോസ്. ഹാർഡ് വർക്കിലൂടെ നേടിയെടുത്തതെല്ലാം ചിലപ്പോൾ നഷ്ടമായെന്ന് വരാം, എന്നാലും ആ നഷ്ടത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടരുത്. മോറോവർ സ്റ്റാർട്ട് അഗെയിൻ അറ്റ് ദ ബിഗിനിങ്സ്. അതുകൂടാതെ ആ നഷ്ടമെല്ലാം മറന്ന് ആദ്യം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ തന്നേക്കുന്ന ലൈൻസിൻ്റെ ഏകദേശം ഐഡിയ വരുന്ന തരത്തിൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ആൻസർ കറക്റ്റ് ആയിരിക്കും. ഞാൻ ഈ തരുന്ന ആൻസേഴ്സ് ഒരു മോഡലാണ്. പരീക്ഷയ്ക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയില്ല. ഏതായാലും നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കുക. ഈ പോയം ബേസ് ചെയ്ത് ചോദിക്കാവുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കൂ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ പേഴ്സൺ. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ പോയമിൽ പോയിട്ട് പറയുന്നതെല്ലാം ഒരു ഐഡിയൽ പേഴ്സൻ്റെ ക്വാളിറ്റീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതിയാൽ മതി. അത് തന്നെയായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ഇമ്പോസ്റ്റേഴ്സ് ഇൻ ദ പോം? ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു പ്രിറ്റൻസ് ടു ബി സമ്മൺ എൽസ്. മറ്റൊരാളായി അഭിനയിക്കുന്നവരെയാണ് നമ്മൾ ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത്. ഈ പോയമിൽ പറയുന്ന 2 ഇമ്പോസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ആൻസർ, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഇഫ്? ഈ പോയമിൻ്റെ തീം എന്താണ്? ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. ഒരു പെർഫെക്റ്റ് മാൻ ആകാനുള്ള ചില കണ്ടീഷൻസാണ് ഈ പോയമിൽ പറയുന്നത്. The father gives his son some conditions to make him a better person. തൻ്റെ മകനെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാനുള്ള ചില കണ്ടീഷൻസാണ് ആ അച്ഛൻ പറയുന്നത്. He gives the qualities of a perfect man. ഒരു പെർഫെക്റ്റ് മാൻ്റെ ചില ക്വാളിറ്റീസാണ് ഈ പോയമിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോം? ഈ പോയമിലെ ലാസ്റ്റ് സ്റ്റാൻസയിലെ മെസ്സേജ് എന്താണ്? ഈ പോയമിലെ ലാസ്റ്റ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻസ് ഇതാണ്: ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run, yours is the earth and everything that's in it, and which is more, you will be a man, my son. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഞാൻ അപ്രീസിയേഷനിൽ പറയുന്നുണ്ട്. ആ അപ്രീസിയേഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കും. The last lines of the poem emphasizes the importance of time. He says about the unforgiving time, because time waits for no man. It's like a race. Every second is precious. If he can do all these things, then he will be a perfect man. സമയത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ലൈൻസിൽ പറയുന്നത്. ടൈം വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല. അതൊരു റേസ്, അതൊരു ഓട്ടപ്പന്തയം പോലെയാണ്. എവറി സെക്കൻഡ്സ് ഈസ് പ്രഷ്യസ്. ഓരോ മിനിറ്റും വിലയേറിയതാണ്. അൺഫോർഗിവിംഗ് മിനിറ്റ് ഈസ് എ മെറ്റഫോറിക് എക്സ്പ്രഷൻ. അതൊരു മെറ്റഫറാണ്. 60 seconds worth is another metaphor used here. 60 seconds worth എന്ന് പറഞ്ഞാൽ
60 സെക്കൻഡ്സും ഒരു മിനിറ്റിലെ ഓരോ സെക്കൻഡ്സും വിലയുള്ളതാണ്. ഓരോ മത്സരങ്ങളിലും ഓരോ സെക്കൻഡ്സും വിലയുള്ളതാണ്. സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഓരോരുത്തരും പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുന്നത്. ഈ തീം റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനും ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഐഡൻറ്റിഫൈ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ പോം. ഈ പോയമിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കൂ. അനഫോറ. അനഫോറ ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് സെയിം വേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ലൈൻസ്. ഈ പോയമിലെ അനഫോറയാണ് ഇഫ്. മിക്കവാറും ലൈൻസിലെ ഫസ്റ്റ് വേർഡ് ഇഫ് ആണ്. ദാറ്റ് ഈസ് അനഫോറ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ. പേഴ്സോണിഫിക്കേഷൻ. ഡ്രീം, ട്രയംഫ്, ഡിസാസ്റ്റർ, വിൽ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ അല്ലാത്ത, ജീവനല്ലാത്ത ഒന്നിനെ പേഴ്സണായിട്ട് ചിത്രീകരിക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. അനദർ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് മെറ്റഫോർ. മെറ്റഫോറും സിമിലിയും രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ്. സിമിലി രണ്ട് കാര്യങ്ങളെ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വേർഡ്സ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുന്നത്. എന്നാൽ മെറ്റഫോർ എന്ന് പറഞ്ഞാൽ അതല്ല, ഇത് തന്നെയാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫോർ. എക്സാമ്പിൾസ് ഓഫ് മെറ്റഫോർ: imposter, unforgiving minute, 60 seconds worth. The poet says, triumph and disaster are imposters. ട്രയംഫും ഡിസാസ്റ്ററും ഇമ്പോസ്റ്റർ ആണ്, അത് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫോർ. സിംബൽസ്: knaves as dishonest men, crowds as common people, kings as important people, common touch as humility. ഒരു കാര്യത്തിനെ സിംബലൈസ് ചെയ്ത് മറ്റൊരു കാര്യം പറയുന്നതാണ് സിംബൽസ്. ഇവിടെ ഡിസോണസ്റ്റ് മെന്നിനെ സിംബലൈസ് ചെയ്ത് പറയുന്ന വേർഡാണ് നേവ്സ്. അതുപോലെ കോമൺ പീപ്പിളിന് പകരം ഉദ്ദേശിക്കുന്നതാണ് ക്രൗഡ്. ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർക്ക് പറയുന്നതാണ് കിങ്സ്. ഹ്യൂമിലിറ്റി, വിനയം കാണിക്കുന്നതാണ് കോമൺ ടച്ച്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോയം ബേസ് ചെയ്ത ആ 2 വീഡിയോയിലും, അതായത് ഈ പോയമിൻ്റെ ആ ഒരു അനാലിസിസ് ആ വീഡിയോയിലും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ആ നോട്ട്സിലും പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയയിലെ മറ്റൊരു ലെസണുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.